പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ. നമ്മുടെ ചെമ്മാട് ദാറുൽ അക്കാഡമി അതിൻ്റെ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ നദവി അവർകൾ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രാൻഡ് മുഫ്തി പദത്തെ സംബന്ധിച്ച് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. എന്നുവെച്ചാൽ ആ ഗ്രാൻഡ് മുഫ്തി പദം യാഥാർത്ഥ്യമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഇപ്പോൾ തീരെ അനവസരത്തിലാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ രാജ്യം മതേതരമാണ്, ജനാധിപത്യ രാജ്യമാണ്. പ്രായോഗിക തലത്തിൽ അതിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഇപ്പോൾ കളഞ്ഞു കുളിക്കപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാൻഡ് മുഫ്തിയുടെ വിഷയം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വിഷയമേ അല്ല. 2019 ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർക്ക് ഓൾ ഇന്ത്യ തൻസീം ഉലമാ ഇസ്ലാം എന്ന് പറയുന്ന സംഘടന അതിൻ്റെ മുൻ മുഫ്തി മുഹമ്മദ് അക്താർ ഖാദിരി 2018 മരിച്ചതിനോടനുബന്ധിച്ച് 2019 AP അബൂബക്കർ മുസ്ലിയാർക്ക് ആ പദവി നൽകുകയായിരുന്നു. ഒരുപക്ഷെ അത് ആ വിഭാഗം സംസ്ഥയുടെ അവരുടെ അനുയായികളെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കുവാനുമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു പദവി സ്വീകരിച്ചതായിരിക്കാം. എന്തോ ആവട്ടെ, അത് നമുക്ക് ഇവിടെ വിഷയമേ അല്ല. അങ്ങനെ ഒരു ഗ്രാൻഡ് മുഫ്തി പദം അപ്പോൾ പൊതുജനത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ 2019 5-6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കപ്പെടാനുള്ള ഒരു വിഷയമേ ആക്കേണ്ടതില്ല. ഒരു മുഫ്തി എന്ന് വെച്ചാൽ അത് ഇസ്ലാമിക രാജ്യത്താണ് മുഫ്തിയെ നിയമിക്കുന്നതും മുഫ്തി വേണ്ടതുമൊക്കെ ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ പ്രസക്തിയേയില്ല. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും പിന്നോക്ക ദളിത് സമൂഹവും ഏറെ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. കാലികമായിട്ട് ഏറ്റവും പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങുന്നത് മുസ്ലിങ്ങളാണ്. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും അവരുടെ ചെറ്റക്കുടിലുകൾ പോലും, ലക്ഷക്കണക്കായ ആളുകളുടെ ചെറ്റക്കുടിലുകൾ പോലും മാന്തിപ്പൊളിച്ച് അതിക്രൂരമായിട്ട് പിഞ്ചു ഓമന മക്കളെ, അതുപോലെ നിറഗർഭിണികളെ പോലും വെയിലിലും മഴയിലും ചൂടിലും തണുപ്പിലും ഒക്കെയും എറിഞ്ഞ് അവരെ അകാല രോഗങ്ങളിലേക്കും മരണങ്ങളിലേക്കും എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകളെ നേരിടുവാൻ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ദളിത് സമൂഹവും ഒരുമിച്ച് പോരാടേണ്ട കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം പണ്ഡിതരൊക്കെ അതുപോലെ തന്നെ പിന്നോക്ക ദളിത് സമൂഹങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെയും ഒരുമിച്ച് ഇന്ത്യ രാജ്യത്ത് ശക്തമായ ഒരു
ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു ശക്തമായ ഒരു പർവ്വത രൂപം പോലെയുള്ള ഒരു ശക്തി സംഭരിച്ചുകൊണ്ട് ഇവിടെ ഈ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നേടിയെടുക്കുന്നതിനായിട്ട് പൊരുതുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഏറ്റവും പീഡനപർവം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്നും, പ്രത്യേകിച്ചും അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നുമൊന്നും ഒരിക്കലും ഇത്തരം അനവസരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ചും രാജ്യത്തെ ഏറ്റവും പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും അനൈക്യവും ഛിദ്രതയും കൊണ്ടുവരരുതേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നല്ല നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ.